കോഴിക്കോട് കുരുവട്ടൂർ പഞ്ചായത്ത് ഓഫീസിലെ വിവിധ ഫയലുകൾ പുളിബസാറിലെ സ്വകാര്യ സ്ഥാപനത്തിൽ വിറ്റ നിലയിൽ കണ്ടെത്തി. ചട്ടങ്ങൾ പാലിക്കാതെയാണ് പഞ്ചായത്ത് ഭരണസമിതി ഓഫീസ് ഫയലുകൾ ഉപേക്ഷിച്ചതെന്ന് UDF കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് UDF. ഓരോ ഫയലിലും ഉറങ്ങുന്നത് ഓരോ ജീവിതങ്ങളാണ് എന്ന വാക്കുകൾ എൻ്റേതല്ല, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെതാണ്. എന്നാൽ ഈ കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂർ പഞ്ചായത്തിലെത്തുന്ന സമയത്ത് അതല്ല കാഴ്ചയെന്ന് പറയുകയാണ് UDFിൻ്റെ പ്രവർത്തകർ. പ്രത്യേകിച്ച് അവർ ആ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ആക്രി സ്ഥാപനത്തിൽ നിന്നാണ് പഞ്ചായത്തിലെ ഫയലുകളും മറ്റ് രേഖകളും, പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ആധാർ കാർഡും അവരുടെ ആധാരവും അടക്കമുള്ള ആധാർ കാർഡ് മുതൽ ആധാരം അടക്കമുള്ള സ്വകാര്യ രേഖകൾ ഉൾപ്പെടെ ആക്രിക്കടയിൽ എങ്ങനെ എത്തി, പഞ്ചായത്തിന് നൽകിയ രേഖകൾ എങ്ങനെ എത്തി എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ UDF പ്രവർത്തകരുണ്ട്. എന്താണ് നിങ്ങൾ അവിടെ കണ്ടത്? ആ ഒരു അനുഭവം വിവരിക്കാം. കുരുവട്ടൂർ പഞ്ചായത്തിലെ വ്യക്തികളുടെ സ്വകാര്യ രേഖകൾ അടങ്ങിയിട്ടുള്ളതായിരിക്കുന്ന ഫയലുകൾ സ്വകാര്യ ഏജൻസിക്ക് ഇന്നലെ വിൽക്കുന്ന സാഹചര്യമുണ്ടായി. അത് കണ്ടെത്തുകയും UDFിൻ്റെ പ്രവർത്തകർ അത് പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ നൽകിയതായിരിക്കുന്ന അപേക്ഷകളിലെ അവരുടെ സ്വകാര്യ രേഖയായിട്ടുള്ള ആധാർ കാർഡ്, റേഷൻ കാർഡ്, ID കാർഡ്, ഈ പഞ്ചായത്തിൽ പല ആളുകളും വിവിധ ആവശ്യങ്ങൾക്ക് നൽകിയ അപേക്ഷകൾ ഇതുൾപ്പെടെ അവിടെ കാണാനുള്ള സാഹചര്യമുണ്ടായി. ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, പഞ്ചായത്തിനകത്ത് ഒരു കാര്യം ഡിസ്പോസ് ചെയ്യണമെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതി കൂടി അജണ്ടയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൻ്റെ ബോർഡ് കൂടി തീരുമാനിച്ചിട്ട് വേണം ഡിസ്പോസ് ചെയ്യാൻ. അങ്ങനെ ഡിസ്പോസ് ചെയ്യാതെ സ്വകാര്യ വ്യക്തിക്ക് വിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കൂടെ ഉണ്ടായിട്ടുള്ളത്. പല ആളുകളും നൽകി അവരുടെ അപേക്ഷകൾ ഇതിനകത്തുണ്ട്. അർഹതപ്പെട്ട പലരുടെയും അപേക്ഷകൾ ഇതിൽ നിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. UDF ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്ന് ഭരണസമിതി, ഇടതുപക്ഷ ഭരണസമിതി കുരുവട്ടൂരിൽ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ നടത്തിയതായിരിക്കുന്ന അഴിമതികൾ, അവർ നടത്തിയതായിരിക്കുന്ന ക്രമക്കേടുകൾ ഇതെല്ലാം ഏകേറി പരിശോധിക്കുമെന്നുള്ള അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വകാര്യ വ്യക്തിക്ക് ഇത് വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ JD ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള വിജിലൻസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു സമരത്തിലേക്ക് നിങ്ങൾ പോകുന്നു? ഞങ്ങൾ ഇന്ന് വൈകുന്നേരം UDFിൻ്റെ ഉന്നതാധികാര സമിതി യോഗം ചേരുന്നുണ്ട്. അതിൽ ഞങ്ങൾ എന്തായാലും ഒരു പ്രക്ഷോഭ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യും. പിന്നെ ഇത് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഹിയറിങ്ങിൻ്റെ സമയത്ത് പല ഹിയറിംഗുകാർ നമ്മൾ വോട്ട് ചേർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹാജരാക്കിയ രേഖകളടക്കം അന്ന് കാണാനില്ലായിരുന്നു. പലരുടെയും വോട്ട്, നമ്മൾ ചേർത്തിയ വോട്ട് ഇപ്പോഴും വന്നിട്ടില്ല. അതുപോലും ഇതിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. സാധാരണക്കാർ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്ത അപേക്ഷകളാണ് അവിടെ നിലത്തിങ്ങനെ ചിന്തിയ രീതിയിൽ നമ്മൾ കാണുന്നത്. അതിൽ ചില ആധാർ കാർഡ് ഉണ്ട്, ID കാർഡ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, അവർ വെച്ച എഗ്രിമെൻറ്റുകളുണ്ട്, ബിൽഡിംഗ് പെർമിറ്റുകൾ, അങ്ങനെ ഒട്ടനവധി രേഖകൾ ഇങ്ങനെ നിലത്ത് അലക്ഷ്യമായി കൂട്ടിയിട്ട രീതിയിലാണ് നമ്മൾ കണ്ടത്. ഈ കരുവട്ടൂർ പഞ്ചായത്തിൻ്റെ ഒരു കാര്യം ഇങ്ങനെയാണെന്നിരിക്കെ പൊതുവായി എല്ലാ പഞ്ചായത്തും, അത് LDF ആയിരിക്കട്ടെ UDF ആയിരിക്കട്ടെ, ആര് ഭരിച്ചാലും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു സാധാരണക്കാരൻ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് അവൻ്റെ ജീവിതാവശ്യം നിറവേറ്റാൻ ഒരു അപേക്ഷ അധികാരികൾക്ക് മുൻപിൽ സമർപ്പിക്കുക. അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാനുള്ളതല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അധികാരികൾ മനസ്സിലാക്കണം. ഇത്തരം പ്രവൃത്തി ആര് നടത്തിയാലും അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ. അതുവരെ പ്രതിഷേധം തുടരും എന്നുള്ളത് തന്നെയാണ് UDF നേതൃത്വവും അറിയിക്കുന്നത്. കുരുവട്ടൂർ പഞ്ചായത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.